അഖിലേഷ് അല്ലേ? അതെ, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അത്താണി സ്കൂളിലെ ഹെഡ് മാഷ് ഹരിചന്ദ്രൻ. എന്താ പക്ഷെ? പുതിയ അധ്യയന വർഷത്തില് നമ്മളെ സ്കൂളില് ഒരു ഡിവിഷനിൽ കുറച്ച് കുട്ടികൾ കുറവുണ്ട്. കുട്ടികളെ എണ്ണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ടീച്ചറെ പണി പോകും. അതുകൊണ്ട് വീട്ടിലെ കുഞ്ഞിനെ നിങ്ങൾ ഞങ്ങളെ സ്കൂളിൽ തന്നെ ചേർക്കണം. അതിനാ പക്ഷെ ഈ കോപ്രായെല്ലാം. സോറി അഖിലേഷ്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. സ്കൂൾ കുട്ടികളെ നിങ്ങൾ തല്ലി പഠിപ്പിക്കലൊന്നുമില്ല. ഇത് നാരായണൻ സാർ, നമ്മളെ സ്കൂളിലെ കണക്ക് മാഷാണ്. മാഷിപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ചോരൊന്നും കൈകൊണ്ട് തൊടില്ല, സ്വാത്വിക ഭാവാന്ന്. ഇത് PT മാഷ് ദിലീപ് കുമാർ, വിസിറ്റ് കണ്ടോ മാഷെ? ഇത് ഇംഗ്ലീഷ് മാഷ്, പേര് വിനീത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം. ഇത് സതി ടീച്ചർ, മലയാള ടീച്ചറാണ്. മലയാള സാഹിത്യത്തില് 2 ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പൊ അതാരി? ഇത് കുട്ടൻ, നമ്മളെ സ്കൂളിലെ ഷെഫാണ്. നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. സർക്കാർ സ്കൂളിൽ ഷെഫാ? പിന്നെ ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ, അങ്ങനെ എല്ലാ ഭക്ഷണവും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇതുമാത്ര കുട്ടികൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന 32 യൂറോപ്യൻ ക്ലോസറ്റിലെ ടോയ്ലറ്റ് ഉണ്ട്. അതിന് പക്ഷെ പിള്ളേർക്ക് മത്സരിച്ച് തൂറാനാ? സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരുടെ മക്കളിൽ പലരും ഇന്ന് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നവരെ എനിക്കറിയാം. നമ്മളെ പോലെയൊരു സ്വന്തം മക്കളെ ഗവൺമെന്റ് സ്കൂളിലേ ചേർക്കൂ. അത് നിങ്ങൾ വന്നാലും ചേർക്കും, വന്നില്ലെങ്കിലും ചേർക്കും. അതിന് ഈ കോപ്രായത്തിനൊന്നും ആവശ്യമില്ല. പക്ഷെ കേരളത്തിലെ സർക്കാർ സ്കൂളെല്ലാം ഇപ്പൊ നല്ല നിലവാരത്തിലുണ്ട്. അതിന് നിങ്ങൾ ഈ വീട് കയറി ഇറക്കണ്ട. പക്ഷെ പിള്ളേരെല്ലാം താനേ വന്നോളൂ. അപ്പൊ അഖിലേഷ് കുട്ടികളെ ചേർക്കുമല്ല? മാഷ് ധൈര്യമായിട്ട് പോവാ മാഷെ. ഓക്കെ. അല്ല അഖിലേഷ്, അപ്പൊ ഈ പിള്ളേർ ഏത്? അത് അപ്പുറത്ത് നികേഷിന്റെ പിള്ളേര്. ഓ, നികേഷിന്റെ കുഞ്ഞോളാ? എണ്ണ പിടിക്കുമാ.